നമസ്കാരം. മറയൂർ കാപ്പി സ്റ്റോറിൽ വീണ്ടും കടുവ ആക്രമണം. 2 പശുക്കളെ കൊന്നു. പ്രദേശവാസിയായ ഇളങ്കോ, സഹോദരൻ മണി എന്നിവരുടെ പശുക്കളാണ് കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. പ്രദേശത്ത് തേയിലത്തോട്ടത്തിൽ തമ്പടിച്ചുള്ള കടുവയാണ് പശുക്കളെ ആക്രമിച്ചതെന്നാണ് നാട്ടുകാരുടെ നിഗമനം. നാട്ടുകാരിൽ ഒട്ടുമിക്കവരും കന്നുകാലികളെ അഴിച്ചുവിട്ടാണ് തീറ്റിക്കുന്നത്. ഇത്തരത്തിൽ അഴിച്ചുവിട്ടിരുന്ന കന്നുകാലികളെയാണ് കടുവ ആക്രമിച്ചത്. ഒരാഴ്ച മുമ്പ് ഈ പ്രദേശത്ത് മാനിനെ കടുവ കൊന്ന് ഭാഗികമായി ഭക്ഷിച്ചിരുന്നു. ബാക്കി ഭാഗം ഇവിടെ കിടന്ന് അഴുകിയ നിലയിലാണ്. ഇതിന് സമീപത്ത് വെച്ചാണ് പശുക്കൾ ആക്രമണത്തിനിരയായത്. നേരത്തെ ഈ ഭാഗത്ത് കടുവ 20ഓളം കന്നുകാലികളെ ഭക്ഷണമാക്കിയിരുന്നു. ഇതേ തുടർന്ന് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധം അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെ കടുവയെ പിടികൂടാൻ വനംവകുപ്പ് അധികൃതർ കൂട് സ്ഥാപിച്ചു. ഒരാഴ്ച മുമ്പ് ഒരു ഭീമൻ കടുവ കൂട്ടിൽ അകപ്പെട്ടിരുന്നു. ഇതോടെ ശല്യം തീരുമെന്ന ആശ്വാസത്തിലായിരുന്നു നാട്ടുകാർ. വീണ്ടും കടുവ ആക്രമണം ഉണ്ടായതോടെ നാട്ടുകാരുടെ ഭയാശങ്കകൾ വർദ്ധിച്ചിട്ടുണ്ട്. പശുക്കൾ ആക്രമണത്തിന് ഇരയായ പ്രദേശത്ത് ഇന്ന് രാവിലെ പ്രദേശവാസികളിൽ ചിലർ കടുവയെ കണ്ടതായുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട്. കടുവയ്ക്ക് ഒത്ത പശുവിനോളം വലിപ്പമുണ്ടായിരുന്നെന്നും കണ്ടപാടെ ഉൾക്കാട്ടിലേക്ക് ഓടിമറിഞ്ഞെന്നുമാണ് പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്ന വിവരം. പ്രദേശത്ത് 4 കടുവകൾ ഉണ്ടെന്നാണ് നാട്ടുകാരുടെ സംശയം. ഇതിലൊന്ന് കൂട്ടിലകപ്പെട്ടു. ബാക്കിയുള്ള 3 കടുവകളും പ്രദേശത്ത് തമ്പടിച്ചിട്ടുണ്ടാവാമെന്നാണ് ഇവിടുത്തുകാരുടെ സംശയം. കടുവ ആക്രമണത്തിൽ പശുക്കൾ ചത്ത സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തെളിവെടുത്തു. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.